രാവിലെ ഹോട്ടൽ തുറന്ന് പ്രവർത്തനം തുടങ്ങിയ വ്യാപാരികളെല്ലാം ഇന്ന് ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് ഇടുത്തി പോലെ വർദ്ധിപ്പിച്ചത്. 5 കിലോ സിലിണ്ടറിനും വില വർദ്ധിപ്പിച്ചു. ഇതോടെ ഒരു സിലിണ്ടറിന് കൊച്ചിയിൽ വില 3085 രൂപയാണ്. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, തട്ടുകട എന്നിവയ്ക്കെല്ലാം വലിയ ആഘാതമായി മാറിയിരിക്കുന്നു വില വർധനവ്. സമസ്ത മേഖലകളിലും വലിയ വിലക്കയറ്റത്തിന് കാരണമാകുന്നതാണ് കേന്ദ്ര തീരുമാനമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണം ആദ്യം. യുദ്ധത്തിന്റെ മറവിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാൻ ഇടയാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനജീവിതം വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്താൻ പോവുകയാണ്. വലിയ തുകയുടെ വർധനമാണ്. 993 രൂപയുടെ വർധന ഒറ്റയടിക്ക് പാചകവാതകത്തിനുണ്ടാകുമ്പോൾ അത് സമസ്ത മേഖലയും ബാധിക്കും. തൊട്ടുപുറകെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പ്രതീക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുക എന്നുള്ള അത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഇത്തരം നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് പുനഃപരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. അഭിനന്ദ്, അതുപോലെ ജയശങ്കർ, അതുപോലെ തന്നെ അശ്വിൻ ഡിയാഗോ എന്നിവരെല്ലാം ചേരുന്നുണ്ട്. ആദ്യം ഈ വിലവർധനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് തന്നെ ആദ്യം പോവാം. അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, ഈ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിയന്ത്രണത്തിൽ തന്നെ ഏറെ പ്രതിസന്ധിയിലായിരുന്നു ഹോട്ടലുകാരെല്ലാം. ഈ വ്യാപാരികളൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് കരകയറി വരുന്നു എന്ന് പോലും പറയാറായിട്ടില്ല. അതായത് ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഹോട്ടലുകളൊന്നും, ഇവിടെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളൊന്നും സമ്പൂർണമായ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇടുത്തി പോലെ ഇന്ന് ആ ഒരു വിലവർധനവിന്റെ വാർത്ത വന്നുവിടുകയായിരുന്നു. 1000 രൂപയ്ക്കടുത്ത് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 100 150 കൂട്ടിയിരുന്ന പോലെയല്ല. ഇത് സാധാരണക്കാരന്റെ കീശ കാലിയാക്കുന്ന ഒരു വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രം ഇതിനെ എന്ത് ന്യായീകരണം പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് അങ്ങ് അവസാനിക്കുമ്പോൾ കാട്ടുന്ന ഒരു നാടകം അത് ആവർത്തിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. വിലവർധനവിന്റെ വിശദാംശങ്ങൾ എന്താണ് അഭിനന്ദ്? റോഷ്നി, ഇലക്ഷന് ശേഷം ഇരുട്ടടിയായി ഇടുത്തി പോലെ ഇടവിട്ട മണിക്കൂറിൽ ഇപ്പോൾ വിലവർധന ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇലക്ഷന് മുൻപ് പലപ്പോഴും മാധ്യമങ്ങൾ അത് വാർത്തകളായി പുറത്തുവിട്ടിരുന്നു. 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷന് ശേഷം ഇത്തരത്തിലേക്ക് വിലവർധന ഉണ്ടാകുമെന്ന്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 29-ാം തീയതി അവസാനിച്ച് 36 മണിക്കൂർ പിന്നിട്ടപ്പോൾ 993 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 19 കിലോ വാണിജ്യ സിലിണ്ടറാണ് സാധാരണ നമ്മുടെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും എല്ലാം ഉപയോഗിക്കുന്നത്. അതിനാണ് 993 രൂപ വർദ്ധിച്ച്. ദില്ലിയിൽ മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3071 രൂപ 50 പൈസയായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു സിലിണ്ടർ വേണമെങ്കിൽ ദിവസവും 3000 രൂപ മാറ്റണം. സാധാരണ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരു സിലിണ്ടർ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ധാരാളം സിലിണ്ടറുകൾ വൻകിട ഹോട്ടലുകൾക്ക് വേണ്ടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ അടച്ചുപൂട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിറ്റ് ഭക്ഷണം കഴിക്കാൻ പോലും നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൊറുതി മുട്ടുന്ന സാഹചര്യമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു പെട്രോളിന്റെയോ ഡീസലിന്റെയോ അല്ലെങ്കിൽ LPGയുടെ വിലവർധനം ഉണ്ടാകില്ല എന്ന്. ഇന്ന് രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് കണ്ട വാർത്ത എന്ന് പറഞ്ഞത് 3071 രൂപ സിലിണ്ടറിനായിരിക്കുന്നു. 993 രൂപ മാറ്റിയതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഇതിനിപ്പുറം 2 മണിക്കൂറിന് ശേഷം അടുത്ത വില വർധനവ്. ചോട്ടാ സിലിണ്ടർ എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട്. ചെറിയ സിലിണ്ടറാണ്, 5 കിലോയാണുള്ളത്. ദില്ലിയിലും ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ആ സിലിണ്ടറിന്റെ വില 261 രൂപയായി കൂട്ടി. അത് സാധാരണക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരുടെ കയ്യിലുള്ള 260 രൂപയെ കൂടി ഇനി ഒരു ചെറിയ സിലിണ്ടർ വാങ്ങാൻ നൽകണമെന്നുള്ളതാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അപ്പോഴും ഇപ്പോഴും എല്ലാം പറയുന്നത് വിലവർധന ഉണ്ടാകില്ല എന്നതാണ്. ഹോർമൂസ് കടലിൽ കൂടെ കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടുകൂടി LPG പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന കേന്ദ്ര സർക്കാർ എന്തായാലും ഇലക്ഷന് ശേഷം വില വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.